കമ്മികൾ ഇത് ഓവറാക്കി ചളമാക്കുമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ട്രാൻസ്ജെൻഡറിനെ ഇറക്കി ഇപ്പോൾ കളി മൂപ്പിക്കുകയാണ്. എനിക്കെന്തായാലും പറയാനുള്ള സംഘികളോടാണ്. കാരണം അസംബ്ലി ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഇനി ഏതാണ്ട് 8 മാസമേ ഉള്ളൂ. കമ്മികൾക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ അടുത്ത് അധികാരത്തിൽ കയറുന്നവർ വിശദമായ കണക്കെടുപ്പുകൾ എടുക്കും. 10 കൊല്ലം കട്ടുമുടിച്ചത് പലതും വെളിച്ചത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് കൊള്ളകൾ. അത് എങ്ങനെയും തടയാൻ കമ്മികൾ എന്ത് നാറിയ കളിയും കളിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മികൾ തുള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ കൂടെ സംഘികൾ കൂടെ തുള്ളുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എങ്ങനെ പോയാലും കേരളത്തിൽ BJPക്ക് ഭരണം പിടിക്കാനൊന്നും പറ്റില്ല. മോസ്റ്റ് ഒപ്റ്റിമിസ്റ്റിക് എസ്റ്റേറ്റ്, അതായത് മാക്സിമം കേരളത്തിൽ BJPക്ക് 3 or 4 സീറ്റ് കിട്ടും. അല്ലെങ്കിൽ മോസ്റ്റ് പെസിമിസ്റ്റിക് എസ്റ്റേറ്റ്, അതായത് ഏറ്റവും മിനിമം 0 സീറ്റുകളായിരിക്കും BJPക്ക് കേരളത്തിൽ കിട്ടുന്നത്. അപ്പോൾ വിജയൻ സീസൺ 3 വന്നാൽ എല്ലാ മലയാളികളും ഒരുപോലെ അനുഭവിക്കുമെന്ന് സാരം. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ആർ എ റെസിഡൻറ്റ് ഓഫ് ദിസ് സ്റ്റേറ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതായത് നിങ്ങൾ ആത്യന്തികമായിട്ടൊരു കേരളീയനാണ്. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ കോങ്ങിയും കമ്മിയും സംഘിയും കോയയും സുഡാപ്പിയും വിരാട ഹിന്ദു ഒക്കെ ആകുകയുള്ളൂ. അപ്പം തെളിവൊന്നും ഇല്ല എന്നാണ് ആരോപണമായി വന്ന ഈ സ്ത്രീ പറയുന്നത്. ഇരട്ടത്ത് നിന്നാണ് മറ്റേ പുള്ളിക്കാരൻ സംസാരിച്ചത്. അതിനാൽ ആളാരാണെന്ന് തനിക്ക് കാണാൻ പറ്റിയില്ല, ശബ്ദം കൊണ്ടാണ് മനസ്സിലാക്കിയതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശബ്ദം കൊണ്ട് മനസ്സിലാക്കിയതിന് എന്ത് തെളിവാണ്, അത് എന്താണ് അതിൻ്റെ തെളിവെന്ന് പറയാൻ പറ്റുന്നത്? അതൊരിക്കലും ഒരു തെളിവായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വന്ന പ്രവാസി വനിത പറയുന്നത്, എന്നോട് ചാറ്റ് ചെയ്യാൻ വന്നിട്ടില്ല, എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് എന്തോ പറഞ്ഞെന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു ഉടായ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഉടായ്പ് മണക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയൻ തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ടൊക്കെ തീരുമാനമായിരുന്നു. കാരണം അവർക്ക് ഇതിനൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. തെരഞ്ഞെടുപ്പിന് 1 വർഷം മുന്നേ ആ സ്ട്രാറ്റജി തുടങ്ങും. അതവരിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് ഗോവിന്ദൻ മാഷിനെതിരെ ഒരു കത്ത് വിവാദം പൊക്കിക്കൊണ്ടുവന്നിരുന്നു. കാരണം ഇലക്ഷൻ അടുക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെ സംസാരിക്കാൻ ഉണ്ടാകുന്ന ഒരേ ഒരു ശബ്ദമേ ഉണ്ടായിരിക്കുള്ളൂ, അത് ഗോവിന്ദൻ മാഷാണ്. അതുകൊണ്ടാണ് ഈ കത്ത് വിവാദം കൊണ്ടുവന്ന് ഗോവിന്ദൻ മാഷിൻ്റെ മകനെ വെച്ച് ഗോവിന്ദൻ മാഷിനെ ട്രാപ്പിലാക്കിയത്. അപ്പോൾ ഇനി ഗോവിന്ദൻ മാഷിനൊന്നും മിണ്ടാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുപോലൊരു സോളാർ സരിത പോലെ ഒരു പുതിയ ഒരു സ്ട്രാറ്റജിയുമായിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുപോലെ ഇന്നലെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് കമ്മികളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ ആരോപണമായി വരുന്നത് മനസ്സിലാക്കുക. അതേസമയം തന്നെ പല ദിക്കുകളിൽ നിന്ന് പല സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ അത് എന്താണ്, അത് കൃത്യമായി അതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിലൊരു സ്ത്രീ പറയുന്നത്, അത് ഗർഭഛിദ്രം നടത്താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ കൈവശം മാത്രമേ തെളിവുകളുള്ളൂ, കൃത്യമായ തെളിവുകളുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ ട്രാൻസ്ജെൻഡർ വനിത ഉൾപ്പെടെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ UDFന് എന്തെങ്കിലും ഒരു സാധനം ഇവർ പൊക്കിക്കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതീക്ഷിച്ചതാണ്. അത് അവർ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായ കാര്യം, അടുത്ത തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ LDFന് അതിന് വലിയൊരു മേൽക്കോയ്മ അതിലുണ്ടാകില്ല എന്നാണ് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് UDF ആയിരിക്കും. സ്വാഭാവികമായിട്ടും കുറച്ച് BJPയും മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ LDFന് വേണ്ടതും അതാണ്. കാരണം അവിടെ ഒരു അമിത ആത്മവിശ്വാസം UDFനും BJPക്കും കിട്ടും, പ്രത്യേകിച്ച് UDFന് കിട്ടും. അതേസമയം അമിത ആത്മവിശ്വാസം നേടി പണിയെടുക്കാതിരിക്കുമ്പോൾ ഇവിടെ LDF ചിട്ടയായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കും. കാരണം തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇവരുടെ എക്കാലത്തെയും മോട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, പിണറായിക്ക് കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്നത് പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും. ക്ഷേമ പെൻഷനുകൾ ലക്ഷക്കണക്കിന് പേർക്കാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏകദേശം 3 മാസത്തേക്ക് ഒരു പെൻഡിങ്ങിലാണ്. ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 2 മാസം ആ പെൻഷൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 3 മാസം എടുത്ത് അല്ലെങ്കിൽ 4 മാസത്തേക്ക് ഇത് കൊടുക്കാതെ പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തും. അതായത് 5 മാസത്തെ പെൻഷൻ ഒരുമിച്ച് എന്താ പറയുക, അതിൻ്റെ ഒരു ആകെ തുക എന്നുള്ള രീതിയിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പെൻഷൻ തുക കൊടുക്കും. എല്ലാ അമ്മമാരുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഇവർ അതിൻ്റെ ചാനലുകളിലേക്ക് നാം മുന്നോട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തൃപ്തിയോടെ വാങ്ങുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിരിയോടെ വാങ്ങിക്കുന്ന ആ ഒരു ജനങ്ങളുടെ ചിത്രമൊക്കെ കൊടുത്ത് 7 മണിക്കുള്ള പ്രൈം ടൈമിൽ ഇവർ വീഡിയോകളും അത്തരത്തിലുള്ള PR സ്റ്റണ്ടുകളൊക്കെ വരാൻ നമ്മൾ ഇനി അത് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും പിന്നെ കാണിക്കുന്ന റേഷൻ കടകളിൽ കിറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും. അതായത് കഴിഞ്ഞ തവണ മുളക് 1 കിലോ ആണെങ്കിൽ ഇപ്പോൾ 1.25 കിലോ ആക്കും. അത് ഇങ്ങനെയുള്ള ചെറിയ തക്കിട തരികിട ഉടായ്പകൾ കാണിക്കും. അത് കഴിഞ്ഞ് വർദ്ധിപ്പിച്ച് ഇത് പിന്നെ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മദ്യപാനികൾക്ക് വേണ്ടി, മദ്യപന്മാർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത. അതായത്
നിലവിൽ മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിക്കില്ല. അതായത് ഈ മദ്യപന്മാരെ സംബന്ധിച്ച് ഈ വില കുറയ്ക്കുന്നതൊന്നും അവർക്ക് ഒരു ബാധകമായിട്ടുള്ള കാര്യം. വില വർദ്ധിപ്പിക്കാതിരുന്നാൽ മതി. കാരണം ഒരു ജവാൻ 540 രൂപയാണ്. അപ്പോൾ ഇവർ കൃത്യമായി 540 രൂപയും കൊണ്ടാണ് പോകുന്നത്. അതിൽ ഈ 550 ആയി കഴിഞ്ഞാൽ അവിടെ ചില്ലറയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വില വർദ്ധിപ്പിക്കാതിരുന്നാൽ തന്നെ മദ്യപന്മാർ ഹാപ്പിയാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ വില വർദ്ധിപ്പിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നത്, തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ വീട്ടമ്മമാർക്ക്, അതായത് തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്ക് ഒരു പെൻഷൻ, ഇങ്ങനെ ഇത് എൽ ഡി എഫ് ഉടനെ, അതായത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രഖ്യാപിക്കും. അപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മാസം ഇവർക്ക് പെൻഷൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ തിരഞ്ഞെടുപ്പാണല്ലോ. അഥവാ UDF വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് UDFൻ്റെ തലയിലിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഏർപ്പാട്. പിന്നെ വേറൊരു പണിയും കൂടെ ചെയ്യും. അതായത് നിലവിലുള്ള മാധ്യമങ്ങളുടെ ഇടയിൽ ഒരു ക്യാമ്പയിൻ ഇവർ സംഘടിപ്പിക്കും PR സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട്. അതിപ്പോൾ ന്യൂസ് മലയാളം 24/7 അതിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് MLAക്കൊപ്പം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി. അപ്പോൾ ഇതിന് പതുക്കെ വരും. അത് കഴിഞ്ഞ് നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. 7 മണി പ്രൈം ടൈമിൽ എല്ലാ ചാനലുകളിലും പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള PR സ്റ്റണ്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇനിയും പിണറായി സർക്കാർ തന്നെ ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള നിലയിൽ എല്ലാ ചാനലുകളെ കൊണ്ടും അത്തരത്തിലൊരു പ്രതീതി ഇവർ സൃഷ്ടിക്കും. കാരണം LDF തന്നെ അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് രാവിലെ മോർണിംഗ് ഷോയിലൊക്കെ നമ്മുടെ അരുൺകുമാറും ഒക്കെ ഇത്തരത്തിൽ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. LDFനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കും. അപ്പോഴത്തേക്ക് ഈ സമയം കൊണ്ട് കോൺഗ്രസ്സിൽ മൊത്തം പടലപ്പിണക്കങ്ങളും അവിടെ ഈ മുഖ്യമന്ത്രിക്ക് സീറ്റിന് വേണ്ടിയുള്ള അടിയും പിന്നെ ലീഗിൻ്റെ പ്രശ്നങ്ങളും എല്ലാം വരും. അപ്പോൾ അവിടെ ചന്ന ഭിന്നമാവും. പിന്നെ അതേസമയം തന്നെ ഇവരെന്ത് ചെയ്യും, ഈ LDF എന്ത് ചെയ്യും, ഹിന്ദുക്കളെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ശബരിമലയിൽ അവിടെ ഒരു സമ്മേളനം തുടർന്നു കഴിഞ്ഞു. പിന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഇവിടെ നമ്മുടെ ശിവഗിരിയിലേക്ക് പോകും. അവിടെ പോയി ഈ ഈഴവ സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവിടെ ഒന്ന് പോയി പിണറായി വിജയൻ അവിടെ പോയി മുഖം കാണിക്കും. പിന്നെ NSSനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി NSSൻ്റെ യോഗങ്ങളുമായിട്ട് ബന്ധപ്പെടും. ഇത്തരത്തിലുള്ള അങ്ങനെ മറ്റ് സമുദായങ്ങളെല്ലാം രംഗത്തിറക്കും. മുസ്ലിം സമുദായത്തിനോട് ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇടതുപക്ഷത്തിന്. ആ സ്ട്രാറ്റജി ഇറക്കും. എങ്ങനെ ഗോവിന്ദനെ ഇതിനിടയ്ക്ക് ഗോവിന്ദനെ ഇട്ട് തട്ടാവുന്നതെല്ലാം തട്ടുകയും ചെയ്യും. കാരണം ഗോവിന്ദ മാഷാണ് പിണറായി വിജയനെതിരെ സംസാരിക്കാനുള്ള ഒരേ ഒരു ശബ്ദം പാർട്ടിക്കുള്ളിൽ. അപ്പോൾ അതിനെ ഒതുക്കിയിരുത്താനുള്ള പരിപാടി ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. അതാണ് ഈ കത്ത് വിവാദം. പിന്നെ എന്തായാലും LDF സർക്കാർ തന്നെ രംഗത്ത് വീണ്ടും വരും എന്നുള്ളൊരു കാര്യം, അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ വീണ്ടും പറയേണ്ടി വരും. ഇപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് BJP LDF ടൈപ്പ് ഉണ്ട്. അതായത് LDF എപ്പോഴും പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് സർക്കാർ എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നമ്മുടെ വർഗ്ഗശത്രുക്കളാണ് BJP എന്നൊക്കെ പറയുമെങ്കിലും കേന്ദ്രത്തിൽ BJPക്കുള്ള അതേ നയം തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് കേന്ദ്രത്തിൽ BJP പറയുന്നതെങ്കിൽ കേരളത്തിൽ അത് ആഗ്രഹിക്കുന്നത് കമ്മികളാണ്. അപ്പോൾ ഇവിടെ കമ്മികളും സംഘികളും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട്. അത് എല്ലാവരും പറയാറുണ്ട്. അത്തരത്തിലൊരു ബന്ധം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ കണ്ടതാണ്. അതായത് ഇപ്പോൾ BJP കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് സതീശനെയും മുരളീധരനെയും രമേശ് ചെന്നിത്തലയ്ക്ക് എവിടെയാണോ നിർത്തുന്നത് അവിടെ തന്നെ തോൽപ്പിക്കും, ഇവിടെ നിർത്തിയാലും തോൽപ്പിക്കും, അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് BJP പറഞ്ഞു. അപ്പോൾ ഇത് എന്തായാലും LDFന് സഹായകമാകും. LDFും ഇത്തരത്തിൽ BJPക്ക് ഇവിടെ സീറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള ചില നീക്കങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവർ തമ്മിലുള്ള ടൈപ്പിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാം കണ്ട് മതിമറന്ന് സംഘികൾ ആഘോഷിക്കുകയാണ്, ഇതിൻ്റെ പിന്നിലുള്ള ചരടുവലികൾ മനസ്സിലാക്കാതെ. എന്തായാലും ഇതിൽ വേറൊരു കാര്യം കൂടി രാഹുലിനെ പറ്റി പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു ലോക്കൽ കോഴികളെന്ന് പറയും, അതായത് ഈ കണ്ണാപ്പികൾ എന്നൊക്കെ നമ്മൾ പറയുന്നവരുണ്ട്. അവരാണ് ഈ കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് നാണം കെട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ വിനായകനൊക്കെ പറയുന്ന പോലെ ഞാൻ അവരോട് ചോദിക്കും എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ളതൊക്കെ ആ ഒരു ലെവലിലുള്ളതാണ്. പക്ഷേ നമ്മൾ രാഹുൽ മാൻകുട്ടത്തിനെ പറ്റി പറയുമ്പോൾ അത്തരത്തിൽ ആ ഒരു സ്റ്റാച്ചറിലുള്ള കോഴിയാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇനി ഈ ഇത്തരത്തിലുള്ള കണ്ണാപ്പികളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ ലോക്കൽ കോഴികളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി നാറാനായിട്ടൊന്നും ബാക്കിയില്ല. ദേ ഹാവ് നത്തിങ് ടു ലൂസ് എന്നുള്ളതാണ്. അപ്പം ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ ഒരു സീസൺഡ് കോഴികളുടെ ഒരു മനഃശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഓപ്പറാൻഡ് ഈ പഠന വിഷയം ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെയുള്ളവർ വളരെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരായിരിക്കും. ദേ ഹാവ് ലിറ്ററലി ലോട്ട് ടു ലൂസ്. അത് ഒരുപാട് അവർക്ക് നഷ്ടപ്പെടാനുണ്ട്. അതായത് ബുദ്ധിമാന്മാരായിട്ടുള്ള കോഴികളാണ് ഇവർ. ഒരിക്കലും നമ്മൾ വള്ളി പിടിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു വള്ളി പിടിച്ച് ഒരു നാറ്റക്കേസിൽ ഇവർ പെടില്ല. അപ്പോൾ അതിന് കിട്ടും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള ഒരു 99% ഉറപ്പുള്ളവരോട് മാത്രമേ അവർ ഇത്തരത്തിൽ ഒരു ലൈംഗിക ബന്ധത്തിനുള്ള ഒരു ആവശ്യപ്പെടുകയുള്ളൂ. അത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി ഉള്ള കുറേ പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് ട്യൂണിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ കോട്ട്ഷിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ കോട്ടിംഗ് എന്ന് പറയും. ട്യൂണിങ്ങിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കും.
അനുസരിച്ചിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സീസൺഡ് കോഴികളും പിന്നെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രം ട്യൂൺ ചെയ്ത് അവളെ മാത്രം കല്യാണം കഴിച്ച് ജീവിക്കുന്നവരും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ റിനി ആൻഡ് ജോർജിനെ ആരോപണ വിധേയൻ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് സംസാരത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ചെറിയൊരു തോതിൽ ട്യൂണിങ്ങിൻ്റെ മണം അടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് കമ്മികളുടെ കാശും വാങ്ങിയിട്ട് ഇപ്പോൾ ഇതെന്തോ വലിയ ഭീകരമായ അട്രോസിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ട്യൂണിങ് ഒരു തെറ്റല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. ട്യൂൺ ചെയ്യാൻ ശ്രമിക്കാത്തവർ രാഹുലിനെ കല്ലെറിയട്ടെ.